ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇർഫൂസ് കിച്ചൺ. അപ്പോൾ ഇന്നൊരു പുതിയ ചാനൽ, പുതിയ തുടക്കം. അപ്പോൾ ആദ്യത്തെ വീഡിയോ തന്നെ അച്ചാറിട്ടങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അതും നല്ല അടിപൊളി ഒരു നാരങ്ങ അച്ചാർ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 3/4 കിലോയോളം നാരങ്ങ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി 8 പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 1/2 കപ്പോളം ഉപ്പിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ആ റെസ്റ്റ് ചെയ്യണ ഗ്യാപ്പിൽ നമുക്ക് ഇതിലേക്ക് വേണ്ട വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ നന്നാക്കി നുറുക്കി എടുത്ത് വയ്ക്കാനും മറക്കണ്ട. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല മത്തമുളകാണ് കേട്ടോ. ഇനി കാന്താരി മുളകുള്ളവർക്ക് അതും, ഇത് രണ്ടും ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്താലും അച്ചാർ അടിപൊളി തന്നെയാണ്. പിന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണ കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കുന്നതാവട്ടോ ഒന്നോടെ നല്ലത്. ഞാനിപ്പോൾ എന്തായാലും വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴേക്കും ഉലുവയും കടുകും ഒന്നങ്ങ് പൊട്ടിച്ചെടുത്തു കേട്ടോ. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. ഉലുവയും കടുകൊക്കെ പൊട്ടി സെറ്റായി വന്നപ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്നങ്ങ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മൊരിയിച്ചെടുത്തു കേട്ടോ. ഇത് നല്ലതുപോലെ ഒന്ന് കൈയിടാതെ ഇളക്കി മൊരിയിച്ചെടുക്കണേ. അപ്പോഴാണ് കേട്ടോ അച്ചാറിൻ്റെ ടേസ്റ്റ് നല്ലതുപോലെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ പച്ച ടേസ്റ്റ് ചുവയ്ക്കും. അതിനുശേഷം ആദ്യമേ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള മത്തമുളകുകളെല്ലാം നടുകെ കീറി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എണ്ണയിലൊന്ന് നന്നായി വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും അറിയിക്കണം കേട്ടോ. ഇനി അച്ചാർ ഇടാൻ അറിയാത്തവർക്കും ഇട്ടാൽ ശരിയാകില്ല എന്ന് സംശയിച്ചിരിക്കുന്നവർക്കുമൊക്കെ ഈ ഒരു അച്ചാർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള മടിച്ചികൾക്ക്. ചെറുപ്പത്തിൽ ഉമ്മച്ചിയുടെ അടുത്ത് എപ്പോഴും വാശി പിടിച്ച് കട്ട് തിന്നണ ഒരു ഐറ്റമായിരുന്നു ഈ നാരങ്ങ അച്ചാർ. അന്ന് എപ്പോഴൊന്നും വീട്ടിലുണ്ടാക്കില്ല കേട്ടോ. മിക്കപ്പോഴും താരാട്ടിൻ്റെ നാരങ്ങ അച്ചാറായിരിക്കുമേ. താരാട്ടിൻ്റെ രുചി പിടിച്ചു പോയ നാവിന് ഇന്നിപ്പോൾ നമ്മൾ സ്വയം തയ്യാറാക്കുന്ന നാരങ്ങ അച്ചാറിൻ്റെ രുചിയാവാല്ലേ. അങ്ങനെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നപ്പോൾ അച്ചാറിനെ മഞ്ഞക്കിളിയാക്കാൻ നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടിക്കൊപ്പം ഞാനിവിടെ കായപ്പൊടിയോടെ ചേർക്കുന്നുണ്ട്. എനിക്ക് കായത്തിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമായതുകൊണ്ടാട്ടോ. നിങ്ങൾക്കത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ചേർത്താലും അച്ചാറിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറുമാണ്. ഇതെല്ലാം കൂടെ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ശേഷം നമ്മൾ ആദ്യമേ തിരുമ്മി വച്ചിട്ടുള്ള നാരങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് തിരുമ്മി വച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നാരങ്ങയിൽ നിന്ന് സ്വല്പം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നാരങ്ങ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നല്ല മഞ്ഞ കളറുള്ള നാരങ്ങ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ കയ്പ്പ് നല്ലതുപോലെ കുറയും. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് പച്ചയുണ്ട് കേട്ടോ. ഇപ്പോൾ നാരങ്ങ ഇവിടെയൊക്കെ 2 കിലോ 100, 2.5 കിലോ 100 അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമായിരിക്കും നാരങ്ങ അച്ചാറിടാനായിട്ട് ഏറ്റവും നല്ലത്. അങ്ങനെ നാരങ്ങയും കൂടെ ചേർത്ത് ഒരുപാട് കുത്തി ഉടയ്ക്കാതെ പതുക്കെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യാം. വേറെ പണികളൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതല്ലേ. അങ്ങനെ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എണ്ണയും കടുകും ഉലുവയും മുളകും ഉള്ളിയും നാരങ്ങയും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്നങ്ങ് മിക്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ മൂടി വെച്ച് ഒരു 4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. തീ മീഡിയത്തിലേക്ക് ഇടാൻ മറക്കല്ലേ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കണം കേട്ടോ. ഇളക്കുമ്പോൾ കുത്തി ഇളക്കാതെ ശ്രദ്ധിക്കണേ. നാരങ്ങ ഉടഞ്ഞു പോകരുതല്ലോ. അങ്ങനെ മൂടി വെച്ച് 4 മിനിറ്റ് വേവിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ അച്ചാറിൻ്റെ 1/4 ഭാഗം കഴിഞ്ഞു എന്ന് പറയാം കേട്ടോ. അങ്ങനെ നല്ലതുപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന നാരങ്ങ അച്ചാർ ഒന്നുകൂടെ പതുക്കെ ഒന്നങ്ങ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വിനാഗിരി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒപ്പം തന്നെ ഒരു 2 വലിയ സ്പൂൺ പഞ്ചസാര, 2 3 പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോൾ നാരങ്ങയുടെ ടേസ്റ്റൊക്കെ നല്ലതുപോലെ ഒന്നങ്ങ് ബാലൻസ് ആകുകയെ. ഇപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് കൂടുതലായിട്ടും കയ്പ്പ് കൂടുതലായിട്ടും ഒക്കെ തോന്നും കേട്ടോ. പക്ഷെ ഒരു 4 ദിവസം ഇത് ചൂടൊക്കെ ആറിക്കഴിഞ്ഞ് കുപ്പികളിലാക്കി ഒരു 4 ദിവസം പുറത്ത് തന്നെ വച്ച്
5ൻ്റെ എന്ന് കുപ്പി തുറന്ന് നോക്കുമ്പോൾ അച്ചാറിലെല്ലാം പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ രാത്രി തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ രാവിലത്തേക്ക് നമുക്കിതുപോലെ നല്ല ചില്ലുഭരണിയിലേക്കാക്കി മാറ്റി വെക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാർ റെഡിയാകുകയെ. അങ്ങനെ 4-5 ദിവസം കഴിഞ്ഞ് ഫ്രിഡ്ജിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായേ. പുറത്ത് വെച്ചാൽ ഇവിടെ തീരണ വഴി അറിയില്ല കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നോക്കിയപ്പോൾ ഉള്ള നാരങ്ങ അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.